Hello, welcome to Fallout Verse. Joining me today on today's episode of Artists Uncovered is someone whose music that has traveled across Kerala, not just across Kerala but out of Kerala as well. And some of us might be familiar with his tag as well, which goes like, "What the fuck, Razor?" Yeah, it's Razor. Hi. Hi, hello. How are you? All good. സന്തോഷം ഇവിടെ വിളിച്ചതിന്. So, what is new? Nothing much. Work. New work. Yeah, That's what's new. What is new in work? Work. ഇപ്പോൾ ഡാബ്സി ആയിട്ട് ഒരു EP വരുന്നുണ്ട്. 5 ട്രാക്ക് ഉണ്ട്. സോ അത് കുറച്ചൊരു ഡിഫറെൻറ്റ് പുതിയ സൗണ്ടാണ്. ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. Okay. Will you talk more about that later in the... Sure. Yeah, sure. No problem. So, tell me about you. I'm just a normal guy. I love making music. ഇപ്പോഴൊക്കെ എന്താ പറയുക ലൈഫിൽ ജസ്റ്റ് മ്യൂസിക്കേ ഉള്ളൂ. That's mainly it, like music, family, and then everything else. That's it. Like I'm just happy to make music. Okay, so where are you based? Kozhikode. Kozhikode. Yeah. Okay. Family ഒക്കെ അവിടെ തന്നെയാണ്. എല്ലാവരും. Okay. So അവിടെ തന്നെയാണ് you make music from there? Yeah, വീട്ടിൽ പിന്നെ കൊച്ചി വരും വർക്കുള്ള സമയത്ത് ആർട്ടിസ്റ്റിനെ മീറ്റ് ചെയ്ത് ലൈക്ക് അവരുടെ അടുത്ത് ചിലപ്പോൾ കൊലാബ് ചെയ്തിട്ട് കൂടെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ സോ അല്ലെങ്കിൽ സംതിങ് എൽസ് ലൈക്ക് റിലേറ്റഡ് ടു മ്യൂസിക് വർക്ക് ആ സമയത്താണ് ഞാൻ കൊച്ചി വരാറ് അതർവൈസ് കോഴിക്കോട്. So when you make music, would it be like ഒരു പെർട്ടിക്കുലർ ട്രാക്കിന് വേണ്ടിയിട്ട് ആരെങ്കിലും ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യലായിരിക്കുമോ അതോ യു ജസ്റ്റ് മേക്ക് മ്യൂസിക് ബിക്കോസ് യു വാണ്ട് അങ്ങനെ രണ്ടും ചെയ്യും. സോ ലൈക്ക് ഞാൻ ഐ തിങ്ക് ടിൽ ലാസ്റ്റ് ഇയർ ഞാൻ കുറേ ബീറ്റ്സ് ഇങ്ങനെ കൂടുതലും ട്രാപ്പും ലൈക്ക് റാപ്പ് ഓറിയൻറ്റഡ് സാധനങ്ങളായിരുന്നു ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി പോകും ചിലപ്പോൾ കുറേ മണിക്കൂർ ഉണ്ടാക്കി പോകും ആൻഡ് ദെൻ അത് പാക്ക് ആയിട്ട് ഞാൻ ആർട്ടിസ്റ്റിന് അയച്ചു കൊടുക്കും. ഓർ ഞാൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് സൗണ്ട് മാറ്റിയുണ്ട് ലൈക്ക് ഐ എം ട്രൈങ് ന്യൂ സ്റ്റഫ് അതാകുമ്പം ഒരു ട്രാക്കിൽ തന്നെ ഒരാഴ്ചയൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യാറ് ഓർ മേ ബി ഈവൻ 2 weeks എന്നിട്ട് ആർട്ടിസ്റ്റിന് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ദേ കൻ ആസ്ക് ഫോർ സംതിങ് ആൻഡ് ഐ മേക്ക് ഇറ്റ് ഫോർ ദം ഇറ്റ് കുഡ് ഹാപ്പൻ എനിവേ. അപ്പം യൂഷ്വലി വെൻ ആർട്ടിസ്റ്റ് ആസ്ക് ഫോർ സംതിങ് ഹൗ ഡസ് ഇറ്റ് ഗോ എന്തായിരിക്കും അവർ ചോദിക്കുന്നത് ഫ്രം യു? ഇപ്പം ഈ നേരത്തെ ഈ EP എന്ന് പറഞ്ഞില്ലേ സോ ദാറ്റ്സ് കുറച്ചൊരു എക്സ്പെരിമെൻ്റൽ സൗണ്ട്സ് ഇറ്റ്സ് ഡിഫറെൻറ്റ്. സോ എൻ്റെ അടുത്ത് ചോദിച്ചത് അത് തന്നെയാണ് എന്തെങ്കിലും പുതിയ സാധനം എക്സ്പെരിമെൻ്റൽ സാധനം ഇറ്റ് കുഡ് ബി ദാറ്റ് ഓർ ദേ കുഡ് ഗിവ് എന്താ പറയുക എനിക്ക് ഇത് തന്നെ വേണം ഇങ്ങനത്തെ ഒരു സാധനം വേണം ഇങ്ങനത്തെ ഒരു ഫീൽ വേണം ഇറ്റ് കുഡ് ബി എനിത്തിങ്. സോ ദേ എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് അത് കേൾക്കുമ്പോൾ എങ്ങനെയാ ഫീൽ ചെയ്യേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്യും. സോ അപ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റീവ് പ്രോസസ്സ് അപ്പോൾ എങ്ങനെയായിരിക്കും? ഡിപ്പെൻസ് ഓൺ ദി ആർട്ടിസ്റ്റ്. സോ ലൈക്ക് ഇപ്പോൾ ചില ആർട്ടിസ്റ്റിന് എന്താ പറയുക അവർക്ക് അങ്ങനെ സ്പെസിഫിക്കേഷൻസ് ഇല്ല മീനിങ് ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ആ ഫീലിംഗ് കിട്ടിയാൽ മതി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് തന്നെ അത് അവർക്ക് ഇഷ്ടാവോ ഇല്ല എന്ന് പിന്നെ നോക്കാം ബട്ട് വർക്ക് വൈസ് അവർ ദേ ആർ ഓക്കെ വിത്ത് എനിത്തിങ് ആ ഫീൽ കിട്ടിയാൽ മതി. You will have that sort of a freedom up with them. So when you work with artists, how is it like real time ഒരു work ചെയ്യുമ്പോൾ എങ്ങനെയാ you make music and they keep adding their റിയൽ ടൈം ആയിട്ട് സോ ലൈക്ക് ഞാൻ ഇതുവരെ റിയൽ ടൈം ആയിട്ട് മീനിങ് ഓൺ ദി സ്പോട്ട് പാട്ട് ഉണ്ടാക്കുന്നില്ല ഫുൾ സോങ്. ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പം ദേ സ്റ്റാർട്ട് ലൈക്ക് ഒരു മെലഡി ബാക്ക് നിന്ന് ഇങ്ങനെ ഹം ചെയ്തിട്ടോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എനിക്കും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഐ ടെൽ ദം ലൈക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ഇഫ് ദേ ആർ ഓപ്പൺ ടു റിസീവിങ് ദോസ് ഐഡിയാസ് ആൻഡ് പതുക്കെ അത് മെലഡീസ് ആദ്യം കിട്ടിയിട്ട് ദെൻ ദേ ആഡ് ലിറിക്സ് ടു ഇറ്റ് ലൈക്ക് കൂടുതലും അങ്ങനെയാണ് ഞാൻ കണ്ടത്. സോ ഞാൻ വളരെ റഫ് സാധനം ഉണ്ടാക്കും ഇറ്റ്സ് വെരി റഫ് ദിൽ ഡെവലപ്പ് സംതിങ് ഓൺ ഇറ്റ് ആൻഡ് ദെൻ ഐ ആഡ് മോർ സ്റ്റഫ് ലേറ്റർ ലൈക്ക് And what is when did you start making music? I started in 2018 സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിൻ്റെ തൊട്ട് മുമ്പ്. സോ ആ ബ്രേക്ക് ഒരു സമയമില്ല നമ്മൾ കോളേജ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ എക്സാം ആ ഒരു സമയത്ത്. സോ ഐ വാസ് ഗോയിങ് ത്രൂ എ പ്രിറ്റി ടഫ് ടൈം. ആ സമയത്ത് എൻ്റെ ഒരു വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പം ഓനാണ് ആക്ച്വലി ഇങ്ങനെ മ്യൂസിക് ഉണ്ടാക്കിക്കൂടെ ഒരു ഡിസ്ട്രാക്ഷൻ പോലെയോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. സോ ഹീ യൂസ് ടു മേക്ക് എ ലോട്ട് ഓഫ് മ്യൂസിക് ടു ലൈക്ക് ആൻഡ് ഹീ യൂസ്ഡ് FL Studio സോഫ്റ്റ്വെയർ ഐ യൂസ്. അപ്പോൾ ആളായിരുന്നു ആക്ച്വലി എനിക്ക് ആ സോഫ്റ്റ്വെയർ ആദ്യം ഇങ്ങനെ ഉണ്ട് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതെല്ലാം ആൻഡ് ബേസിക് സാധനങ്ങൾ ഹീസ് ദ വൺ ഹു ടോട്ട് മീ ദാറ്റ് ഈ വോള്യൂംസ് അഡ്ജസ്റ്റ് വെരി മിനിമൽ സ്റ്റഫ്. പക്ഷെ അങ്ങനെയാണ് തുടങ്ങിയത് ആൻഡ് ഐ മെയ്ഡ് മൈ ഫസ്റ്റ് ബീറ്റ് വളരെ മറ്റേ ശോകം സാധനം ബാഡ് സാധനം പക്ഷെ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ലൈക്ക് ഇത് നമ്മളിപ്പം ഒരു സാധനം നൗ ദർ ഇസ് നത്തിങ് സൈലൻസ് റൈറ്റ്
സോ ആ സൈലൻസിൽ ലൈക്ക് യു സിറ്റ് ദെയർ ആൻഡ് യു മേക്ക് സംതിങ് റൈറ്റ്. ഇറ്റ്സ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒരു സാധനം നമ്മൾ ഒരു ഓൾമോസ്റ്റ് പ്രസവിക്കുകയാണല്ലോ. സോ അതിങ്ങനെ ഔട്ട്വേർഡ്ലി ഇങ്ങനെ കേൾക്കുമ്പോൾ ഓക്കെ നമ്മളെന്തോ ഉണ്ടാക്കി എന്നൊരു ഫീൽ വരും. യാ, സോ ആ ഫീൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഇതിൽ പിടിച്ചു നിൽക്കണം, ഞാൻ ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്നുള്ളൊരു എന്താ പറയുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകാന്നുള്ളൊരു ഇത് മൈൻഡിലേക്ക് വന്നു. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാം. സോ ഐ ജസ്റ്റ് സ്റ്റക്ക് ടു ഇറ്റ്. Okay, and how has the journey been? Nice, slow but nice. What is one thing or highlights of your whole career വെച്ചാൽ എന്ത് പറയും? ഹൈലൈറ്റ്. സോ കൽബുംകട്ടി റിലീസ് ചെയ്തിട്ട് എൻ്റെ അപ്പൂപ്പൻ ആക്ച്വലി കോഴിക്കോട് മറ്റേ ഹൈലൈറ്റ് മാൾ ഉണ്ട്, അപ്പോൾ ഹൈലൈറ്റിലേക്ക് പോകണം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അപ്പൂപ്പന് നടക്കാൻ കുറച്ച് ഇഷ്യൂ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയി. എല്ലാവരും ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു ആ സമയത്ത്. കൂടെ പോയി എന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വി ആർ എക്സിറ്റിംഗ് ദ പ്ലേസ്. എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് മോളിൽ കൽബുംകട്ടി പ്ലേ ആയി. സോ വിത്ത് എവ്രി വൺ ദർ. അപ്പോൾ ഫോർ ദെം ഇറ്റ് വാസ് എ പ്രൗഡ് മൂമെൻറ്റ്. ഫോർ മീ എനിക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടി, ഓക്കെ ഇനിയും ചെയ്യണം എന്നുള്ളൊരു സാധനം. സോ ദാറ്റ്സ് ഇപ്പം ഞാൻ നേരത്തെ ക്രിയേറ്റീവ് പ്രോസസ്സ് ചോദിച്ചില്ലേ. സോ വെൻ യു സിറ്റ് ഡൗൺ ടു മേക്ക് മ്യൂസിക് ആൻഡ് യു ആർ മേക്കിംഗ് മ്യൂസിക്, ഹൗ ഇസ് ദ പ്രോഗ്രഷൻ ലൈക്ക്? ഇപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുമ്പോൾ യു ബി ലൈക്ക് ഓക്കെ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടാവില്ലേ? കൻ യു ടെൽ us more about that? ഓക്കെ, ഞാൻ ആക്ച്വലി ഇത് ഓവർ ടൈം പേഴ്സണലി എനിക്കത് മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ട്രാപ്പ് സ്റ്റഫ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല, ഒരു മെലഡി ആഡ് ചെയ്യും. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു മെലഡി ആഡ് ചെയ്യും. ഇറ്റ് കുഡ് ബി എ സാമ്പിൾ ഓർ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് മെലഡി ആയിരിക്കും ആദ്യം, എന്നിട്ട് ഞാൻ ഡ്രംസിൽ പോയി. ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ എൻ്റെ ഒരു ട്രാപ്പ് സൗണ്ട്. പക്ഷേ ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കിത് മ്യൂസിക് പഠിച്ചിട്ടില്ല. സോ ഐ ഡോണ്ട് എന്താ പറയുക, ഞാൻ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പഠിച്ചു വരുന്നത്. സോ ഫോർ മീ എങ്ങനെയാത് പറയുക, ഞാൻ റീസെൻ്റ്ലിയൊക്കെ കുറേ കുളിക്കാതെ മറ്റേ ഡേർട്ടിയൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ട്, നഖമൊന്നും വെട്ടാതെ അങ്ങനെ ഫുൾ ബാഡ് ഇതിലായിരിക്കും ഇരിക്കുക. പക്ഷെ എനിക്ക് അപ്പോഴത് കിട്ടുക ലൈക്ക് ഇഫ് ഐ എം ക്ലീൻ ആയി എന്താ പറയുക കുളിച്ചെല്ലാം റെഡി ആയിട്ടിരുന്ന ഒന്നും I have to be like really dirty, sweaty, is bad. Like ആ സമയത്ത് കിട്ടും. So I don't know, like കുറച്ച് കാലമായിട്ട് ലൈഫ് ഇൻസ്പയർസ് മീ മോർ ദൻ ആർട്ടിസ്റ്റ്, മോർ ദൻ എനിത്തിങ്. ലൈഫ് ഇൻസ്പയർസ് മീ. എൻ്റെ അച്ഛൻ വന്ന സ്ഥലം കണ്ണൂർ, അവിടുത്തെ ഈ തെയ്യം ആൻഡ് കൾച്ചർ ഓൾസോ ആൻഡ് ദ വേൾഡ് അറൗണ്ട് മീ. അങ്ങനെയാണ് എനിക്ക് കുറേ കാലമായിട്ട് ഉള്ളത്. കൂടുതലും പ്രോസസ് വൈസ് ഐ ട്രൈ സ്റ്റാർട്ടിങ് വിത്ത് ദ മെലഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂഡ് കിട്ടുമല്ലോ. ഓക്കെ ഇങ്ങനത്തെ ഒരു സാധനമാണ്, അതനുസരിച്ച് വി ക്യാൻ ആഡ് ഡ്രംസ് ഓർ ലൈക്ക് വാട്ട് എവർ പ്രോഗ്രഷൻ ഓൺ ഇറ്റ്. ലൈക്ക് അപ്പോൾ there have been times like ഇപ്പോൾ ഒരു മ്യൂസിക് ഇതുപോലെ ലൈക്ക് ഫ്രീ സ്റ്റൈൽ ചെയ്യാണ്ടിരിക്കുമ്പോൾ യു മേക്ക് വൺ സോർട്ട് ഓഫ് മ്യൂസിക് ആൻഡ് പിന്നീട് വെൻ യു കീപ് വർക്കിംഗ് ഓൺ ഇറ്റ് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് മാറിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. റീസെൻ്റ്ലി പോലും ഉണ്ടായിട്ടുണ്ട് അത്. ചിലപ്പോൾ വോക്കൽ ഇല്ലാതെ തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ലൈവ് സൗണ്ട്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആസ് ഐ മേക്കിംഗ് ഇറ്റ് എനിക്ക് ചില ഐഡിയാസ് ഉണ്ടാവും. ഓക്കെ ഒരു ഡ്രോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ലൈക്ക് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരാം, ഇങ്ങനത്തെ ഒരു മെലഡി ചെയ്യുക, ഐ ഹാവ് ദ മെലഡി വിത്ത്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ വേറൊരു സാധനം ആക്കാമെന്ന് തോന്നും. ഇറ്റ് ഹാസ് ഹാപ്പൻഡ് മെനി ടൈംസ്. So tell me more about your upcoming tracks. EP വരുന്നുണ്ട് ഡാബ്സി ആയിട്ട്. സോ ഐ എം വെരി 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 എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അതിൽ കുറേ ലൈവ് സൗണ്ട്സ് ഉണ്ട്, ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത സാധനമാണ്. അത് കേട്ടിട്ടുണ്ടാവോ ഇല്ല ആൻഡ് ഓൾ ദാറ്റ് ഇസ് അപ് ടു പീപ്പിൾ ഹു ലിസൺ ടു. പക്ഷേ ഐ തിങ്ക് ഈവൻ ഫോർ ഹിം ആക്ച്വലി ഇറ്റ്സ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. യു വിൽ ഹിയർ എ ലോട്ട് ഓഫ് അത് വരട്ടെ ഐ തിങ്ക് ബട്ട് യു വിൽ ഹിയർ എ ലോട്ട് ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്. ഐ ഫീൽ എല്ലാ ട്രാക്ക് അല്ലെങ്കിലും ഐ ഫീൽ ലൈക്ക് something familiar maybe. Something you are delivering something very different but something that will call you home. നമ്മൾ ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മുടെ സ്ഥലത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അന്ന് ഇങ്ങനെ അവിടെ ഇങ്ങനെയുണ്ട് ലൈക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. ഇറ്റ് മൈറ്റ് റിമൈൻഡ് യു ഓഫ് ദാറ്റ് മേ ബി ലൈക്ക് നമ്മൾ ജനിച്ച് ഇങ്ങനെ ലൈക്ക് എന്താണ് ലൈക്ക് ദ പ്ലേസ് വെയർ യു ഗ്രൂ അപ്പ് ചിലപ്പോൾ. സോ ഐ പേഴ്സണലി ഫോർ മീ it's where my dad grew up, or you can hear Kannur in it, or you can hear maybe a little bit of Kozhikode in it. എനിക്ക് പറ്റാവുന്ന അത്രയാണ് കൂടുതൽ കണ്ണൂർ സൗണ്ട്സ് ഐ വുഡ് സേ. ലൈക്ക് ഞാൻ ഇത് എൻ്റെ തോട്ട് പ്രോസസ്സ് ചിലപ്പോൾ ഒരാൾ കേൾക്കുമ്പം ദേ മേ നോട്ട് ബി ഏബിൾ ടു സേ ഇറ്റ്
When you say sound of Kannur, what exactly do you mean? Like very like folkish, Teyyamish sounds also. Like completely adalla. I've used elements of it here and there. Like so it's you'll hear Indian. Yeah. Wow. I should tell you that I really love your stuff. Some of the songs I actually love the tracks just for your music. Thank you. I really do. So, who are some of the people who has influenced you, your music? Actually like more than music or എനിക്ക് ആക്ച്വലി in my life ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ലൈക്ക് വീട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയൊക്കെ ആയിരുന്നു like more than music, like I guess like life in general. And as I said earlier, like ജീവിതം തന്നെ ഒരു എനിക്കൊരു I don't know something I get things from other people. It's not like more than music, that's so ഞാൻ ഉണ്ടാക്കുമ്പം കുറച്ച് കാലമായിട്ട് I just said like life inspires me, places inspire me. So നമ്മൾ പുതിയ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴോ ലൈക്ക് ജസ്റ്റ് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ തന്നെ അവിടുത്തെ ഒരു എസെൻസ് ഇറ്റ് കൈൻഡ് ഓഫ് മോർ ദൻ പീപ്പിൾ ലൈക്ക് പെർ സേ ലൈക്ക് ആർട്ടിസ്റ്റ്. That's what like sound എന്ന് വേണമെങ്കിൽ പറയാം. Sound എന്ന് പറയാം. Sound, it's a sound, vibe. Sound of life. അതന്നെ. So നമ്മളിപ്പോൾ ലേറ്റ്ലി കേട്ടിട്ടുള്ള ഹിറ്റ് ആയിട്ടുള്ള 2 പാട്ട് കൽബും കട്ടി ആൻഡ് കായ് ദാറ്റ് യു ഹാവ് പ്രൊഡ്യൂസ് മ്യൂസിക് ഫോർ. സോ can you talk a little bit about those tracks? കൽബും കട്ടി ആക്ച്വലി സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മൂമ്മ കുറച്ച് ലൈക്ക് ഷി വാസ് സ്പെഷ്യൽ ടു മീ. സോ അമ്മൂമ്മ ആക്ച്വലി എങ്ങനെയാ പറയുക സോ ഞാൻ ബേബിയും വീടകവി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ കൊച്ചിയിൽ ആ സമയം വന്നിരുന്നു. സോ ഐ വാസ് സ്റ്റേയിങ് വിത്ത് ബേബി ആൻഡ് ഡാബ്സി ആ ഒരു സമയത്ത്. ആൻഡ് അവിടെ ഐ ഡെൻറ്റ് റിയലി വർക്ക് വിത്ത് ഡാബ്സി ലൈക്ക് ഞാൻ ബേബിയും വി ആയിട്ട് വർക്ക് ചെയ്യാൻ വന്നു. സോ അവിടുന്ന് ഞാൻ ഇങ്ങനെ രാത്രി അമ്മൂമ്മേനെ ജസ്റ്റ് വിളിച്ചു, അമ്മൂമ്മേനെ അപ്പൂപ്പനെയും വിളിച്ചപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം നോർമൽ കോൺവോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മോനെ പാട്ട് എങ്ങനെ പോകുന്നുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ ആണെല്ലാം നോർമലായിട്ട് റെസ്പോണ്ട് ചെയ്തു. എന്നിട്ട് അമ്മൂമ്മയാണ് ആക്ച്വലി മെയിനായിട്ട് എന്താ പറയുക ആദ്യം തൊട്ടിട്ട് എന്നെ ലൈക്ക് സപ്പോർട്ട് ടീച്ചറാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഷീ വാസൻ ഷുവർ, മീനിങ് ഇവൻ പഠിക്കുന്നുണ്ട് സൈഡിൽ ഹോബിയായി ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനിത് സീരിയസ് ആയിട്ട് ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മൂമ്മ മാത്രമേ ആക്ച്വലി ഔട്ട്വേർഡ്ലി സപ്പോർട്ട് കാണിച്ചുള്ളൂ മുമ്പേ ഇട്ടിട്ട്. സോ അതാണ്. സോ ഷീ വാസ് സ്പെഷ്യൽ ടു മീ. അപ്പം ഇൻ മെനി അതർ വേസ് ഓൾസോ. അപ്പോൾ മോനെ പാട്ടെങ്ങനെ പോകുന്നു ചോദിച്ചു. ആൻഡ് ഐ സെഡ് വാട്ട് ഐ സെഡ്. ആൻഡ് ദെൻ എൻ്റെ അടുത്ത് പറഞ്ഞ കീപ് ഗോയിങ്, നിർത്തല്ലേ, ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ലൈക്ക് നെക്സ്റ്റ് ഡേ മരിച്ചുപോയി. So like that's the last thing that she said, that's the last thing that she left me with, to keep going. അപ്പോൾ ഞാൻ മ്യൂസിക് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും ഇറ്റ്സ് ആപ്ലിക്കബിൾ, റൈറ്റ്? ഐ ട്രൈ ടു ഫോളോ ഇറ്റ്. അപ്പം ഈ കൽബും കട്ടി പാട്ട് റൈറ്റ് ആഫ്റ്റർ ദാറ്റ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. ബിക്കോസ് അമ്മമ്മ മരിച്ചു പോയതുകൊണ്ട് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് നെക്സ്റ്റ് ദ വെരി ഫസ്റ്റ് ട്രാക്ക് ഐ വർക്ക്ഡ് ഓൺ ആഫ്റ്റർ ഹർ ഡെത്ത് ഇസ് കൽബും കട്ടി. അപ്പോൾ ആ ട്രാക്ക് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പറ്റാവുന്ന അത്രയും ബെസ്റ്റായിട്ട് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു, എനിക്ക് അറിയാവുന്ന രീതിയിൽ. സോ ഡാബ്സി ആക്ച്വലി ടെക്സ്റ്റ് ചെയ്തു, വർക്ക് ചെയ്യാനുള്ള മോഡിലാണ്, ബീറ്റ്സ് ഉണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് കുറേ ബീറ്റ്സ് ഉണ്ടായിരുന്നു, ഒരു 50 ബീറ്റ് എടുത്ത് അയച്ചത്, ലൈക്ക് ഹ്യൂജ് ബാക്ക്. അപ്പോൾ അതിലുള്ള ഏറ്റവും ഫസ്റ്റ് ബീറ്റാണ് കൽബും കട്ടീൻ്റെ ബീറ്റ്. പക്ഷെ അത് ഈ ഫ്ലൂട്ട് ഇപ്പോൾ കേൾക്കുന്ന ബീറ്റല്ല, വേറൊരു സാധനമായിരുന്നു. ഒരു MS ധോണിന്ന് സാമ്പിൾ ചെയ്ത ഒരു പാട്ട് സാമ്പിൾ ചെയ്ത ഒരു ബീറ്റായിരുന്നു, ഡ്രില്ലായിരുന്നു. ബട്ട് ഇറ്റ് സൗണ്ടഡ് ഡിഫറെൻറ്റ്. അപ്പോൾ അതിൽ ഒരു റഫ് എഴുതിയിട്ട് ഓഫ് കോഴ്സ് കോപ്പി റൈറ്റ് ആവും, യു കാൻ റിലീസ് ഇറ്റ്, മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ റഫ് വോക്കൽ വെച്ചിട്ടാണ് പുതിയ ബീറ്റ് ഉണ്ടാക്കിയത്. സോ ആ ഫ്ലൂട്ട് ലൈക്ക് കിട്ടിയ സെക്കൻഡ് തൊട്ട് എനിക്ക് അറിയാൻ നോക്കി, ഇത് തന്നെ മതി, ഈ ഒരു ഡയറക്ഷൻ തന്നെ പിടിക്കുക. ഇറ്റ് വാസ് മാച്ചിങ് പെർഫെക്റ്റ്ലി. അപ്പോൾ അതും ദാറ്റ്സ് വാട്ട് ഹി ഹാഡ്. മറ്റേ മലർക്കൊടിയെ ആ പാട്ട് ബിഫോർ ഇറ്റ് ബിക്കെയിം, അപ്പോൾ അതും വേറെ ഏതോ ഡ്രിൽ പാട്ടും ഉണ്ടായിരുന്നു. സോ അത് കുറച്ചൊരു ഡാർക്ക് സൗണ്ട് ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊരു മെലോഡിക് സോഫ്റ്റ് ഡ്രംസ് കമ്പയർഡ് ടു ദാറ്റ് വേണമെന്നുണ്ടായിരുന്നു, കുറച്ചൊരു ഡിഫറെൻറ്റ് ഡ്രില്ല് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു. ആൻഡ് ദെൻ അശ്വിൻ, ലിൽ പയ്യനൊക്കെ കുറേ പാട്ടുകൾ പാടി, നെയ്ച്ചോറൊക്കെ ലാസ്റ്റായിട്ട്. അശ്വിൻ ആക്ച്വലി ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മറ്റേ അമ്രാൽ ആ പോർഷനിൽ ബാക്കിലൊരു ക്വയർ ഉണ്ട്, ലൈക്ക് ഒരു വോക്കൽ ക്വയർ. യു കാൻ ഹിയർ ഇറ്റ് ലൈക്ക് വെൻ യു ലിസൺ ടു ദ ഫൈനൽ വൺ, ബട്ട് ഇറ്റ്സ് ദെയർ. റിമൂവ് ചെയ്താൽ അത് ഫീൽ ചെയ്യും, എന്തോ മിസ് ചെയ്തോ അല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദാറ്റ്സ് ഹിസ് വർക്ക്.
ആൻഡ് ഈ ആഡഡ് ലൈക്ക് കുറച്ച് സൗണ്ട് എഫക്ട്സും ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അശ്വിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ആൻഡ് അങ്ങനെയാണ് ആ ട്രാക്ക് ആയത്. അപ്പോൾ how does it happen, like how does he come together, like come in the picture? അശ്വിനെ ഞാൻ കൊണ്ടുവന്ന എനിക്ക് ഐ വാണ്ടഡ്, ഹീസ് വെരി ഗുഡ് വിത്ത് മെലഡീസ്. അപ്പം എനിക്ക് എന്തോ ഒരു അശ്വിൻ്റെ ഒരു ടൈപ്പ് സാധനം അശ്വിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ ഒരു സാധനം ഇങ്ങനെ. എനിക്ക് ഐ ഹാഡ് എൻ ഐഡിയ, എനിക്ക് ഇങ്ങനത്തെ ഒരു സൗണ്ടാണ് വേണ്ടത്. എനിക്ക് ആരെങ്കിലും ഒരു കോഡ് രീതിയിൽ പ്ലേ ചെയ്താൽ മതി എന്നേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഐഡിയ ഉണ്ട്, ഹൂ ക്യാൻ ഹീ കുഡ് ബ്രിങ് ഇറ്റ് ഇൻ ടു ലൈക്ക് അപ്പോൾ അത് അങ്ങനെയാണ്. ഡാബ് ചെയ്ത് വേഗം അപ്പം തന്നെ എഴുതിയ ട്രാക്കാണ്. ലൈക്ക് ക്വിക്കായിട്ട് ഒരു 2 മണിക്കൂർ എടുത്തിട്ട് ഈ സെൻഡ് മീ ദ ഔട്ട്. എന്നിട്ട് ഒരു ഐ തിങ്ക് 1 മാസത്തിൽ നടന്ന ഫുൾ പ്രോസസ്സ് ആയത്. ഫ്രം സ്റ്റാർട്ടിങ് ദ പ്രൊഡക്ഷൻ ടു ഇറ്റ് ബീങ് റിലീസ്ഡ്. വേഗമായി സാർ. കായ് ഞാൻ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ നവംബർ ഓഫ് ലാസ്റ്റ് ഇയർ ഞാനൊരു കുറേ നാളായിട്ട് ബ്രേക്ക് എടുത്തില്ല. എനിക്കൊരു ചെറിയ ബ്രേക്ക് വേണമെന്ന് വിചാരിച്ച് ഐ എം സിറ്റിംഗ് ലൈക്ക് അപ്പം കിട്ടിയ ട്രാക്കാണ് കായ്. സോ ഞാൻ വെറുതെ ഇരുന്നിട്ട് ഐ തോട്ട് ഓക്കെ ഈ ട്രാക്കും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ പോവാന്ന്. ബിഫോർ ഇറ്റ് വാസ് കായ്, ജസ്റ്റ് ഒരു ബീറ്റ്. അപ്പോൾ മറ്റേ ഒരു സൗത്തിൻ്റെ കീശൊക്കെ കായ് ആ പോർഷനായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ആദ്യം വിതൗട്ട് ദ വോക്കൽ. അപ്പോൾ അതുണ്ടാക്കിയപ്പോൾ എനിക്ക് അതെ അങ്ങനെ തന്നെയായിരുന്നു ആദ്യം. ആൻഡ് ദെൻ ഐ തോട്ട് ഇതിലെന്തോ ഒരു ഐ കുഡ് ഹിയർ സംതിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇതൊന്ന് സമയം എടുത്തിട്ട് ഐ വർക്ക് ഓൺ ഇറ്റ്. ദെൻ ഐ തിങ്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഐ ട്രൈഡ് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ, പക്ഷെ വർക്ക് ആയിട്ടില്ല. അത് ട്രാപ്പ് അല്ലാത്തതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ മാറ്റങ്ങൾ വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഫ്യൂ ഡേയ്സ് ലേറ്റർ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഉച്ച തൊട്ട് രാത്രി വരെ സ്ട്രേറ്റ് ഇരുന്നിട്ട് ഉണ്ടാക്കിയ ട്രാക്കൊക്കെ ആയി. ആൻഡ് പക്ഷെ അതിങ്ങനെയല്ലായിരുന്നു, ഇതുപോലെ തന്നെ വേറെ കുറേ എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കായിൻ്റെ പഴയ ഒരു വേർഷൻ ഉണ്ടായിരുന്നു ഒരു ട്രാപ്പ് ബീറ്റിൽ. അപ്പോൾ അത് ഞാൻ അവിടെ താമസിച്ചിരുന്ന സമയത്ത് എനിക്ക് കേൾപ്പിച്ച് തന്നിരുന്നു കായ്. സോ എൻ്റെ അടുത്ത് ആൻഡ് ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ബേബീൻ്റെ വോയിസ് ആയിരുന്നു ആദ്യം ഇങ്ങനെ കേൾക്കാൻ പറ്റിയ. സോ ഐ സെൻറ്റ് ടു ബേബി. അപ്പം തന്നെ ഇത് കണ്ടിട്ട് പറഞ്ഞു ഇത് ലോക്കാണ്, ഇനി ഇത് കൊടുക്കേണ്ട ഒരാൾക്കും ഇറ്റ് സെറ്റ് നമുക്ക് ട്രാക്ക് ആക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് വോക്കൽ ഉണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക് മോർ ചേഞ്ചസ് ടു. സോ ഞാൻ ഇത് ചോദിച്ചു ഒരു റഫ് വോക്കൽ. അത് ഫോണിലെടുത്ത വോക്കല, അപ്പൊ പറയുന്ന പോലും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു ലൈക്ക് ആള് മറ്റേ ആ പഴയ കായിന്ന് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതി. ഹി ചേഞ്ച്ഡ് ഇറ്റ് കൈൻഡ് ഓഫ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹി സെൻഡ് മീ ഒരു മൊബൈൽ റെക്കോർഡിംഗ് ഓഫ് ഇറ്റ്. അത് ഞാൻ ജസ്റ്റ് ആക്കപ്പെല്ലാം എടുത്തിട്ട് ഇപ്പം കേൾക്കുന്ന രീതിയിൽ സ്ട്രക്ചർ മുഴുവൻ മാറ്റി. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത കുറേ സാധനം റിമൂവ് ചെയ്തു, മാറ്റി കുറേ സാധനങ്ങൾ. എന്നിട്ട് അതും ക്വിക്കായിരുന്നു. അത് എന്നിട്ട് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ബീറ്റ് ഐ മെയ്ഡ് ബിഫോർ ഗോയിങ് ഓൺ ദ ഹോളിഡേ. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും മിക്സിങ് സെഷനായി, ട്രാക്ക് ഔട്ടായി. ഇറ്റ് വാസ് വെരി ക്വിക്ക്, ലൈക്ക് ഒരു 1-2 മാസത്തിലായ സാധനം, ക്വിക്ക് സാധനം. Back when you started making music also, അപ്പോൾ എന്തായിരുന്നു, what were the sounds that you were aiming for, or was there a sound like that you were aiming for, or you were just simply making something? അല്ല, എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഞാൻ ട്രാപ്പ് ബീറ്റ്സ് വെച്ചിട്ടാണ് തുടങ്ങിയത്. സോ ട്രാപ്പ് ബീറ്റ് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് തിങ്. ലൈക്ക് ഒരു ഫോമാറ്റ് ഉണ്ട്, ലൈക്ക് ഹൈ ഹാറ്റ്സ് ഉണ്ട്, ക്ലാപ്പ് അല്ലെങ്കിൽ കുറച്ച് ഡ്രംസ്, മെലഡി, ആ ഒരു സാധനം ഉണ്ട്. സോ എനിക്ക് അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് പഠിക്കണം ബേസിക് രീതിയിൽ. നമുക്കൊരു സാധനത്തിൻ്റെ ഫൗണ്ടേഷൻ അറിയുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് നോളജ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം അത്. അപ്പോൾ ഹൗ ടു മേക്ക് എ ട്രാപ്പ് ബീറ്റ് ആയിരുന്നു നോക്കിയത്. അത് കിട്ടി. അപ്പോഴാണ് എനിക്ക് ലൈക്ക് ഞാൻ എനിക്കൊരു അഗ്രസീവ് ഡാർക്ക് സൗണ്ട് വേണമെന്നായിരുന്നു ആദ്യം. എനിക്ക് അങ്ങനത്തെ ബീറ്റ്സാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പം കുറച്ച് മാറി, പക്ഷെ ആ ഒരു സമയത്ത് അതായിരുന്നു. സോ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കുറേ ഡിസ്റ്റോർട്ടഡ് സാധനങ്ങളായിരുന്നു ഉണ്ടാക്കുന്നത്. ബേസൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനം. അപ്പോൾ ഐ തിങ്ക് വികടകവിൻ്റെ കൂടെ ആക്ച്വലി നമ്മൾ ഒരു അൺറിലീസ്ഡ് ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിലുള്ള മറ്റേ ബേസ് ഹെവി സാധനം. അപ്പോൾ അത് ഇടുമ്പോൾ മറ്റേ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വന്നതാണ്, അങ്ങനത്തെ ഒരു ഹെവി സാധനം. സോ ഇറ്റ് വാസ് ഫൺ. പക്ഷേ നമ്മൾ അത് വെച്ചിട്ടാണ് ഞാൻ സൗണ്ട് തുടങ്ങിയത്. ദാറ്റ്സ് ദ സൗണ്ട് ഐ വാണ്ടഡ്. യാ, then of course evolve ചെയ്ത് മാറണല്ലോ. I can't just keep making the same stuff. അപ്പോൾ do you have like ഒരു goal, okay, and the music, this is how my music should sound like, അല്ലെങ്കിൽ this is how when people think about Razor or his music, this is how it should sound like, അങ്ങനെ എന്തെങ്കിലും? അതെനിക്ക് വേണ്ട. I don't want that. എനിക്ക് എന്ത് വേണമെങ്കിലും, like you won't expect anything, like just music.
അത് എന്നെക്കാട്ടും ആ മ്യൂസിക് അതിലാണ് മെയിൻ പ്രയോറിറ്റി. ലൈക്ക് എനിക്ക് ലൈക്ക് ഐ ഡോണ്ട് കെയർ ഇഫ് പീപ്പിൾ നോ മി ഓർ നോട്ട്. ആ മ്യൂസിക് ഇഫ് ദേ ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഇസ് വാട്ട് ഐ എയിം അറ്റ്. അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് ലൈക്ക് ഐ ക്യാൻ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എടുത്ത് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. So you're basically aiming for the audience to have an experience. രണ്ടും ഉണ്ട്. സോ ചില സമയത്ത് ഓഫ് കോഴ്സ് ഡിപ്പെൻസ് ഓൺ ദ സോങ്. ഇപ്പോൾ കൽബും കട്ടി ആണെങ്കിലും അത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അറിയുന്നു നോർമൽ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നു. മീനിങ് അതിൽ ഫ്ലൂട്ടും മറ്റേ മെലോഡിക് സാധനമാണ് ബീറ്റിൽ ആൻഡ് ഹീസ് ലൈക്ക് സിംഗിങ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ആൾക്കാർക്ക് ജനറലി ഒരു ഓഡിയൻസിന് ഈവൻ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് അത് എന്തെങ്കിലും രീതിയിൽ അറ്റ്ലീസ്റ്റ് ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ സംടൈംസ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സാധനം ഫോർ എക്സാമ്പിൾ വിത്ത് ഡാബ്സി ഓൺലി അതിൽ ആൾക്കാർക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഐ വാണ്ടഡ് ടു മേക്ക് സംതിങ് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റൽ. സോ ഐ എം മേക്കിംഗ് ദാറ്റ്. എനിക്കത് ഐ തിങ്ക് പീപ്പിൾ മൈറ്റ് ബി ഒരു ലൈക്ക് ഒരു ഇൻട്രീഗ് ബൈ ഇറ്റ്. മേ ബി ഒരു എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനത്തെ സാധനം കേട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇതുവരെ ഡാബ്സിന് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ കേട്ടിട്ടില്ലല്ലോ എന്നുണ്ടാവും. ഓർ ഈവൻ ഫോർ മീ, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സൗണ്ട്സ് ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് അങ്ങനത്തെ ഒരു ഐ എം വെരി എക്സൈറ്റഡ്. You're excited. ഇപ്പൊ എക്സ്പെരിമെന്റൽ ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഫീഡ്ബാക്കും പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്? ഐ എം ഓപ്പൺ ടു ഇറ്റ്. ഈവൻ കായ് എനിക്ക് ചിലപ്പം ആൾക്കാർ ലിറിക്സിന് ഇഷ്യൂ ഉണ്ടാവുക ലൈക്ക് ചിലപ്പോൾ ആ സൗണ്ട് തന്നെ പിടിച്ചിട്ടില്ല എന്ന് വേറെ ഫോർ എനി സോങ് ആക്ച്വലി. പക്ഷെ അത് ഓക്കെയാണ്. ലൈക്ക് നമ്മളൊരു എന്താ പറയുക ആ ഒരു കൺവിക്ഷനിൽ നമ്മളതിലൊരു ഫുൾ എന്താ പറയുക ഒരു വിശ്വാസം അർപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ലൈക്ക് വി ആർ ഗിവിങ് ഇറ്റ് അവർ ഓൾ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതുണ്ട്, നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്ത എന്നുള്ളൊരു കോൺഫിഡൻസ്. ബാക്കി ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ ഗ്രേറ്റ്, അതാണ്. ഓർ ഇഫ് ദേ ഹാവ് ഇഷ്യൂസ് വിത്ത് ഇറ്റ് കൺസ്ട്രക്റ്റീവായി തന്നാൽ ഞാൻ കേൾക്കാറുണ്ട്. ഇഫ് ദേ ഫീൽ ലൈക്ക് സംതിങ് ഇസ് ടു റെപ്പിറ്റേറ്റീവ് ഓർ സംതിങ്, അത് ഞാൻ കേട്ടിട്ട് ആക്ച്വലി ഓക്കെ നെക്സ്റ്റ് ടൈം ഇതൊന്ന് മാറ്റണം എന്നുള്ളൊരു സാധനം. You've worked with artists outside of Kerala, right? ഇപ്പോൾ അടുത്തൊരു ഈ ആൽബം ഇറങ്ങിയില്ലേ ഡെക്കാൾട്ടി, how was that like? ഡെക്കാൾട്ടി ആക്ച്വലി എൻ്റെ നല്ലൊരു ഫ്രണ്ട് ബിഫോർ ആൻ ആർട്ടിസ്റ്റ് ഓൾസോ, ലൈക്ക് നല്ലൊരു ഫ്രണ്ട്. അപ്പോൾ ലൈക്ക് നമ്മൾ കൂടുതലും വെറുതെ സംസാരിക്കാറ് ലൈക്ക് പാട്ടിനെ പറ്റിയല്ല. സോ അതിൻ്റെ ഇടയിൽ ഹി വാസ് ലൈക്ക് ഇപ്പോൾ നമുക്കൊരു സാധനം ചെയ്താലോ എന്നൊരു സാധനം വന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ മറ്റേ അഗ്രസീവ് ഡിസ്റ്റോർട്ടഡ് ഒരു സൗണ്ടിൻ്റെ ഒരു ഇതിലായിരുന്നു, ലൈക്ക് കുറച്ച് അഗ്രസീവ്. അത് നാട്ടിൽ ഞാൻ അങ്ങനെ കേട്ടില്ല, വളരെ കുറവാണ് സാധനം ഐ തിങ്ക്. സോ ഐ തിങ്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ലൈക്ക് ഹനുമാൻ കൈൻഡ് ഇസ് വൺ ഓഫ് ദം. ലൈക്ക് സൗത്തിൽ നോക്കുകയാണെങ്കിൽ ഹി ഹാസ് ഡൺ ഇറ്റ്. അങ്ങനെ കുറച്ച് ആൾക്കാർ ആക്ച്വലി ചെയ്തില്ല. സോ ഐ തോട്ട് ഓക്കെ എൻ്റെ രീതിയിൽ അത് കൊടുക്കാന്നുള്ളൊരു സാധനമാണ്. സോ ഇറ്റ് ഹാപ്പൻ വെരി ഓർഗാനിക്കലി. ലൈക്ക് നമ്മൾ വർക്ക് അങ്ങനെ ഇരുന്നിട്ടല്ല, നമ്മൾ ഫ്രീ ആയിട്ട് സൗണ്ട് ലൈക്ക് ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് ഇറ്റ്. അതായിരുന്നു. അങ്ങനെ കോൺസെപ്റ്റ് നത്തിങ് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് സൗണ്ട്സ്. ആ ഒരു ബാങ്ങർ അല്ലെങ്കിൽ എന്താ പറയാ അത് നല്ലോണം ഉണ്ട്, ആ സൗണ്ട് നല്ലോണം കേൾക്കാം. ലൈക്ക് when you listen to it, no matter what the lyrics are, what I love his lyrics. I love Dekalti for his craft. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ സാധനം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. യു കീപ് ലിസ്ണിങ് ടു ഇറ്റ്. മറ്റേ എനിക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ഗെറ്റ് ഗോയിങ് എന്ന് പറഞ്ഞിട്ട്, വിച്ച് ഐ മെയ്ഡ് വർക്കൊക്കെ ചെയ്യാൻ. അതിൻ്റെ അകത്തൊക്കെ ഇടാൻ പറ്റിയ കറക്റ്റ് പാട്ടുകളാണ് അതൊക്കെ. അയാളുടെ മ്യൂസിക്കും അങ്ങനെ തന്നെ, ജസ്റ്റ് കീപ് ഗോയിങ്. I really enjoyed that one. So I guess it's the first time that your face is showing up on screen. മുന്നേ ആണെങ്കിലും even before I met you, when I used to hear about Razor നോക്കുമ്പോൾ നല്ല catchy ആണല്ലോ വായിൽ പറയാനും Razor. പിന്നെ what the fuck Razor, the tag is really catchy. Like my brother, okay, അവനക്ക് അറിയില്ലായിരുന്നു that this guy, okay, he was not into music so much, beats so much. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞത് റേസറാന്ന് പറഞ്ഞാൽ എന്തോ കാണിച്ചു കൊടുത്തപ്പോൾ he was like, ഓ ഇതാണോ മറ്റേ ടാഗ് എന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചു. So I was thinking it might be the first time your face is showing up. First time. I'm so glad that we are so glad that you showed up for this conversation, and I really had a good time as well. Thank you so much for having me. Like എനിക്കിത് ഏറ്റവും അതാണ് നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ആദ്യമായിട്ടാണ് എന്നെ വിളിക്കുന്ന ഒരാൾ, ലൈക്ക് ഒരു കളക്റ്റീവ് റൈറ്റ്. അപ്പോൾ എനിക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ബി ഹിയർ. ഇറ്റ് മീൻസ് എ ലോട്ട്. അതാണ് എനിക്കത് ഞാനത് അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ഇത് ആദ്യമായിട്ട് ഒരാൾ നമുക്കിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ആൾക്കാർ ചിലവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ വെൻ യു ഗോ അപ്പ് യു ബ്രിങ് ദം. എൻ്റെ ഒരു ഐഡിയോളജി അങ്ങനെയാണ്. സോ ദാറ്റ്സ് വാട്ട് ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു കോൾ മീ, but you guys call me, so it means a lot. That's what we are aiming as well. We aim at making more art, like our tag goes, make more art. So yeah,
we are also looking forward to meeting you again Thank in you, the thank you. future. Definitely. Thank you so much for this Thank you. conversation. Take it. Yeah. എന്നാ പിന്നെ പോവാ എന്റെ കൊച്ചോട് പോവാലോ നമുക്ക് Yeah, for sure, for sure. Take care.